ഹായ് സ്റ്റുഡൻസ്, MBA ഫസ്റ്റ് സെമസ്റ്റർ ഓർഗനൈസേഷണൽ ബിഹേവിയറിൻ്റെ ഫസ്റ്റ് പാർട്ട് മുമ്പത്തെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവ് ഓഫ് ഓർഗനൈസേഷണൽ ബിഹേവിയർ. അതായത് 4 രീതിക്കാണ് ക്ലാസിക്കൽ അപ്രോച്ച്, ഹ്യൂമൻ റിലേഷൻസ് മൂവ്മെൻറ്റ്, ബിഹേവിയറൽ സയൻസ് അപ്രോച്ച്, അതുപോലെ തന്നെ മോഡേൺ OB. ഇതിൽ നമ്മൾ ഫസ്റ്റ് വൺ ക്ലാസിക്കൽ അപ്രോച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്ലാസിക്കൽ അപ്രോച്ചിൻ്റെ ഇറ എന്ന് പറയുമ്പോൾ 1880 to 1930 ഈ 2 വർഷങ്ങൾക്ക് ഇടയിലുള്ളതാണ് എൻ്റെ ക്ലാസിക്കൽ അപ്രോച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ 2 പേരാണ് ഈ ഒരു ഇതിൽ ക്ലാസിക്കൽ അപ്രോച്ചിൽ വരുന്നത്. FW ടൈലർ ആൻഡ് വെബർ, മാക്സ് വെബർ. ഫസ്റ്റ് വൺ ആണ് FW ടൈലർ. ഇദ്ദേഹം സയൻറ്റിഫിക് മാനേജ്മെൻ്റ് ആണ് ഇയാൾ ഫൗണ്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഈ ഒരു FW ടൈലർ എന്താണ് ഉദ്ദേശിച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ, ഒരു ഓർഗനൈസേഷനായിരുന്നു അയാൾ കൂടുതൽ ഫോക്കസ് ചെയ്തിരുന്നത്. ഒരു ഓർഗനൈസേഷൻ, അതുപോലെ തന്നെ ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്സ്, ഒരു ഓർഗനൈസേഷനിൽ ഉണ്ടാകുന്ന പ്രൊഡക്ഷൻസ്, ഇതെങ്ങനെയൊക്കെയും വർദ്ധിപ്പിക്കാം എന്നുള്ളതായിരുന്നു ഈ ഒരു FW ടൈലർ ആലോചിച്ചിരുന്നത്. അതായത് ഇവിടെ ഒരു ഓർഗനൈസേഷൻ മാക്സിമം പ്രോഫിറ്റ് കൊണ്ടുവരണം, അത് എങ്ങനെയെന്നായിരുന്നു ഇദ്ദേഹം ആലോചിച്ചിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെ ഒരു ഓർഗനൈസേഷനിൽ പ്രോഫിറ്റ് വന്നാൽ മാത്രമേ അവരുടെ ലേബേഴ്സിന് അവർക്ക് ആ ലേബേഴ്സിൻ്റെ സാലറി അതുപോലെ തന്നെ വേജസ് കൊടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഒരു FW ടൈലർ എന്ത് വിചാരിച്ചു, ഈ ഒരു ഫേമിൻ്റെ പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തെന്ന് വെച്ചാൽ, ഈ ഒരു ആ ഒരു പീരീഡിൽ പണ്ട് മുതൽക്ക് ഫോളോ ചെയ്ത ഒരു മെത്തേഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് വളരെ ഓൾഡ് വേർഷൻ ആയിട്ടുള്ള മെത്തേഡാണ്. ആ ഒരു മെത്തേഡ് യൂസ് ചെയ്ത ലേബേഴ്സിന് ഒരിക്കലും പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഈ FW ടൈലർ എന്ത് വിചാരിച്ചെന്ന് വെച്ചാൽ, ഒരു സയൻറ്റിഫിക് മെത്തേഡ് നമുക്ക് പ്രൊവൈഡ് ചെയ്യണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ലേബേഴ്സിന് പെട്ടെന്ന് ഫിനിഷ് ചെയ്യാൻ പറ്റുകയും ഓർഗനൈസേഷൻ്റെ പ്രൊഡക്ടിവിറ്റി കൂട്ടിക്കൊണ്ട് ഇവിടെ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ കഴിയുമെന്ന് അദ്ദേഹം വിശ്വസിച്ചു. അങ്ങനെ അദ്ദേഹം എന്താ ചെയ്തതെന്ന് വെച്ചാൽ, അതായത് ഓരോ ഡിവിഷനായിക്കാണ്ട് ആ ഒരു ഓർഗനൈസേഷനിലുള്ള ഓരോ ലേബേഴ്സിനെയും ഓരോ ഡിവിഷനായിക്കാണ്ട് ഡിവൈഡ് ചെയ്തിട്ട് അദ്ദേഹം എന്ത് ചെയ്തു, ഓരോ ഡിവൈഡ് ചെയ്ത പൊസിഷനിലും എന്താണ് അവിടുത്തെ ജോലി എന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള ഒരു സയൻറ്റിഫിക് മെത്തേഡ് അദ്ദേഹം ഫൗണ്ട് ചെയ്ത് കൊടുത്തു. ഇങ്ങനെ ഈ ഒരു സയൻറ്റിഫിക് മെത്തേഡ് വന്നതുകൊണ്ട് ആ ഒരു ഓർഗനൈസേഷൻ്റെ പ്രൊഡക്ടിവിറ്റി പെട്ടെന്ന് തീർക്കാൻ കഴിയുകയും അവിടെ കുറേ ലാഭം ഉണ്ടാക്കാനും ഇവർക്ക് സാധിച്ചു. അപ്പോൾ ഇതാണ് FW ടൈലർ സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് അദ്ദേഹം കണ്ടുപിടിച്ചത്. അപ്പോൾ FW ടൈലറിൻ്റെ കുറച്ച് പ്രിൻസിപ്പിൾസ് ഉണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറയണത്, ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഈ PDF ഫോളോ ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ പറയണ നോട്ട് ചെയ്തെടുത്താൽ മതി. സയൻസ് നോട്ട് റൂൾ ഓഫ് തമ്പ്. അതായത് ഇവിടെ അദ്ദേഹം സയൻസ് ആണ് സ്വീകരിച്ചത്, അല്ലാതെ റൂൾ ഓഫ് തമ്പ് അല്ല. അതായത് നമ്മൾ പറഞ്ഞു, പണ്ട് മുതൽക്കേ ആൾക്കാർ ഫോളോ ചെയ്ത് വന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് റൂൾ ഓഫ് തമ്പ് ആയിരുന്നു. അത് വളരെ ഓൾഡ് വേർഷനാണ്. പക്ഷെ അയാൾ എന്ത് ചെയ്തു, ആ ഒരു റൂളിനെ മാറ്റി സയൻസ് എന്ന ഒരു മെത്തേഡ് കൊണ്ടുവന്നു. രണ്ടാമത് ഈക്വൽ ഡിവിഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റി. അതായത് ഓരോ ലാബേഴ്സിനും ഒരു പാർഷ്വാലിറ്റി കാണിക്കാതെ എല്ലാ ലാബേഴ്സിനും ഒരുപോലത്തെ റെസ്പോൺസിബിലിറ്റി വർക്കിൽ കൊടുത്തു. മൂന്നാമത് ഹാർമണി നോട്ട് ഡിസ്കേർഡ്. അതായത് ഇവിടെ ഒരാൾക്ക് മാത്രം ഇങ്ങനെ ഇൻട്രസ്റ്റ് കാണിക്കുക അങ്ങനെയൊന്നുമില്ല. ഇവിടെ എല്ലാവരും ഈക്വലാണ്, എല്ലാവരും നല്ല രീതിയിലോട്ട് കോർഡിനേറ്റ് കൊണ്ട് ചെയ്ത് പോവുക. ഫോർത്ത് വൺ കോപ്പറേഷൻ ആൻഡ് നോട്ട് ഇൻഡിവിജ്വലിസം. അതായത് ഇവിടെ ഒരാൾക്ക് ഒറ്റയ്ക്ക് ഒരു വർക്ക് ചെയ്യാൻ കഴിയില്ല. അത് മാത്രമല്ല, ചെയ്യാതെ ഒരു ഗ്രൂപ്പ് ഓഫ് ആയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് കഴിയും. ഫിഫ്ത്ത് വൺ മെൻ്റൽ റെവല്യൂഷൻ. അതായത് എല്ലാവരുടെയും മെൻ്റൽ സ്റ്റെബിലിറ്റി ഒന്ന് സെറ്റാക്കി എടുക്കുക. സിക്സ്ത് വൺ ഈസ് മാക്സിമം ഔട്ട്പുട്ട് റാദർ ദാൻ റെസ്ട്രിക്റ്റ് ഔട്ട്പുട്ട്. ഇവിടെ സയൻസ് എന്തിനാണ് കൊണ്ടുവന്നത്, മാക്സിമം ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാനാണ്, അല്ലാതെ ഇല്ലതിനെ ഇല്ലാതാക്കാനല്ലല്ലോ. ദെൻ നെക്സ്റ്റ്, ഡെവലപ്പിംഗ് ഓൾ വർക്കേഴ്സ് ടു ദ ഫുള്ളസ്റ്റ് എഫിഷ്യൻസി. അതായത് എല്ലാ വർക്കേഴ്സിനും അവരുടെ മാക്സിമം എഫിഷ്യൻസി കൊടുത്തുകൊണ്ട് അവരതിലോട്ട് കുറച്ചുകൂടി ഡെവലപ്പാക്കി കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇതാണ് അദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് അദ്ദേഹത്തിൻ്റെ സയൻറ്റിഫിക് ടെക്നിക്സുകളാണ്. അപ്പോൾ സയൻറ്റിഫിക് സ്റ്റഡി, അദ്ദേഹം ഫസ്റ്റ് വൺ ടൈം സ്റ്റഡി. അതായത് ഒരു വർക്ക് ചെയ്യുന്ന സമയത്ത് എത്രത്തോളം ടൈം അവിടെ വേണം അദ്ദേഹം നിരീക്ഷിക്കൊണ്ട്, ടൈം എന്ന് പറയുമ്പോൾ നമുക്ക് ഈ
ടൈം വാച്ച് ഇങ്ങനത്തെ ടൂൾസ് യൂസ് ചെയ്തുകൊണ്ട് എത്ര ടൈം വേണം ഒരു വർക്ക് ഫിനിഷ് ആവും എന്നൊക്കെ അദ്ദേഹം അവിടെ നിരീക്ഷിക്കൊണ്ട് മോഷൻ സ്റ്റഡി അറിയുമ്പോൾ ഒരു വർക്ക് ചെയ്യുന്ന സമയത്ത് എത്രത്തോളം മൂവ്മെൻറ്റ്സ് അവിടെ നടക്കുന്നുണ്ട് ഒക്കെ നിരീക്ഷിക്കാം. ദെൻ തേർഡ് വൺ ഈസ് ഫാറ്റിക് എന്ന് പറയുമ്പോൾ ഒരു വർക്കിനിടയിൽ എത്രത്തോളം ഇൻ്റർവെൽസ് റെസ്റ്റ് കിട്ടുന്നുണ്ടെന്ന് നമ്മൾ ആ ടൈം നിരീക്ഷിക്കുക. ദെൻ മെത്തേഡ്, അതായത് ഒരു പ്രൊഡക്റ്റ് നിർമ്മിക്കാനാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലൊരു മെത്തേഡ് യൂസ് ചെയ്യുക. കുറേ ഓൾട്ടർനേറ്റീവ്സ് ആയിട്ടുള്ള മെത്തേഡ് ഉണ്ടാവും, അതിൽ ഏറ്റവും ബെസ്റ്റ് ആയത് ഏതാണോ അതെടുത്ത് യൂസ് ചെയ്യുക. ദെൻ നെക്സ്റ്റ് ടെക്നിക്ക് എന്ന് പറയുന്നത് ഫങ്ഷണൽ ഫോർമാൻഷിപ്പ്. ഇവിടെ ഒരു ഓർഗനൈസേഷനിൽ ഒരിക്കലും എല്ലാവരും തുല്യരല്ല, എല്ലാ ലേബേഴ്സിനും എന്തെങ്കിലും ഒരു കുറവുണ്ടാക്കും. അപ്പോൾ അതിനെന്ത് ചെയ്തു, ഈ മാനേജർ എന്ന് പറഞ്ഞിട്ടുള്ള ആൾ 2 കാറ്റഗറീനെ കൊടുന്നു. പ്ലാനിങ് ആയിട്ടുള്ള ആൾക്കാർ പ്ലാനിങ് ഫോർമാൻഷിപ്പിനും കൊടുന്നു, അതുപോലെ തന്നെ പ്രൊഡക്ഷൻ ഫോർമാൻഷിപ്പിനും കൊടുന്നു. അപ്പോൾ ഇവരെ കീഴിൽ കുറച്ച് ലാബേഴ്സ് ഉണ്ട്, അതായത് ഇവരെ കീഴിലാണ് ലാബേഴ്സ് വർക്ക് ചെയ്യുന്നത് ഈ മാനേജറിൻ്റെ കീഴിൽ. അപ്പോൾ ഇവരെന്ത് ചെയ്തു, പ്ലാനിങ്ങിലോട്ടും പ്രൊഡക്ഷനിലോട്ടും കുറച്ച് വ്യക്തികളെ കൊടുന്നു, അതായത് ക്ലർക്ക്, റൂട്ട്, ഇൻസ്ട്രക്ഷൻ കാർഡ്, അങ്ങനത്തെ കുറച്ച് വ്യക്തികളെ കൊടുന്നു. എന്നിട്ട് എന്ത് ചെയ്തു, ഇവരെന്ത് ചെയ്യുക, ഈ ലേബേഴ്സിന് ഇൻസ്ട്രക്ഷൻസും എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അവരൊന്നുകൂടി മെച്ചപ്പെടുത്തുക, അവരെല്ലാ കാര്യങ്ങളിലും കുറച്ച് മെച്ചപ്പെടുത്തുക. അവർക്ക് അറിയില്ലാത്ത കാര്യങ്ങൾക്ക് ഈ നിശ്ചയിച്ചിട്ടുള്ള ആൾക്കാർ അവർക്ക് അതിനെപ്പറ്റി മനസ്സിലാക്കി കൊടുക്കുക. ദ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഡിഫറൻഷ്യൽ പീസ് വേജ് സിസ്റ്റം ആണ്. അതായത് ഇവിടെ ഒരിക്കലും ഒരു ലേബർ സമയം വെച്ചിട്ടല്ല വേജസ് കിട്ടുന്നത്, അദ്ദേഹം എത്രത്തോളം പ്രൊഡക്ഷൻ മേക്ക് ചെയ്തു ഓരോ പ്രൊഡക്റ്റിനനുസരിച്ചിട്ടായിരുന്നു അവർക്ക് വേജ് കിട്ടുക, ആണ് പീസ് വേജ് സിസ്റ്റം എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ സ്റ്റാൻഡർഡൈസേഷൻ ആൻഡ് സിംപ്ലിഫിക്കേഷൻ. അതായത് ഇവിടെ നമ്മൾ പറഞ്ഞ സയൻറ്റിഫിക് സ്റ്റഡിയാണ് ടൈം, മോഷൻ മെത്തേഡ് ആൻഡ് ഫാറ്റിക്യൂ. ഇതൊക്കെ അനലൈസ് ചെയ്തുകൊണ്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള രീതിയിലോട്ട് ഒരു മെത്തേഡ്, ഒരു സയൻറ്റിഫിക് മെത്തേഡ് പ്രിപ്പയർ ചെയ്യുക, അതാണ് സ്റ്റാൻഡർഡൈസേഷൻ എന്ന് പറയുന്നത്. സിംപ്ലിഫിക്കേഷൻ എന്ന് പറയുന്നത് വേണ്ടാത്ത കാര്യങ്ങൾ നമ്മൾ എലിമിനേറ്റ് ചെയ്ത് കളയുക, അതായത് റിമൂവ് ചെയ്ത് കളയുക. അപ്പോൾ ഇതാണ് ക്ലാസിക്കൽ അപ്രോച്ചിലെ FW ടൈലറിനെ കുറിച്ച് പറയാനുള്ളത്. നെക്സ്റ്റ് നമ്മൾക്ക് മാക്സ് വെബറിൻ്റെ ഇതിലോട്ട് പോകാം, ബ്യൂറോക്രസി. ഈ മാക്സ് വെബറിൻ്റെ ബ്യൂറോക്രസി മാനേജ്മെൻറ്റ് തിയറിയിലും ഇദ്ദേഹം ഇത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഇവിടെ എന്താണ്, അദ്ദേഹം ഒരു ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവിനെയും പ്രൊഡക്ടിവിറ്റിനെയും തന്നെ കൂട്ടാൻ തന്നെയാണ് അദ്ദേഹം ഫോക്കസ് ചെയ്തത്. പക്ഷേ അയാൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള കുറച്ച് റൂൾസും റെഗുലേഷൻസും ഗൈഡ് ലൈൻസൊക്കെ ആയിരുന്നു ഒരു ഓർഗനൈസേഷനിൽ കൊടുത്തിരുന്നത്. അവിടെ എങ്ങനെ വെച്ചപ്പോൾ ഇതിൻ്റെ ഹൈറാർച്ചിക്കൽ ലെവലായിട്ടുള്ള ഒരു സിസ്റ്റം ആയിരുന്നു. അതായത് ഒരു ചെയിൻ രീതിയിലോട്ട് ഭയങ്കര സ്ട്രിക്റ്റ് ആയിക്കൊണ്ട് റൂഡ് മാനേജർ എംപ്ലോയീസ് ആ ഒരു റിലേഷനിലല്ലാതെ ഒരു ഫ്രണ്ട്ലി എന്നുള്ള റിലേഷൻ ഒന്നും അല്ലാതെ മാനേജർ ഏത് പൊസിഷനിലാണോ അദ്ദേഹം ആ ഒരു പൊസിഷനിൽ വേണം താഴെയുള്ള ജോലിക്കാരോട് പെരുമാറാൻ. ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾസും റെഗുലേഷൻസും ഒക്കെ കൊണ്ടുകൊണ്ട് എന്ത് ചെയ്യുന്നു, ആ ഒരു ഓർഗനൈസേഷൻസിൻ്റെ പ്രൊഡക്ടിവിറ്റി കൂട്ടിയെടുക്കുക. അപ്പോൾ അതിൻ്റെ പ്രിൻസിപ്പിൾസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് വൺ ഡിവിഷൻ ഓഫ് ലേബർ, അതായത് അദ്ദേഹം ആക്ടിവിറ്റീസിനൊക്കെ ഡിവൈഡ് ചെയ്തിട്ട് അങ്ങനെ ഓരോ ലേബേഴ്സിനെ ഡിവൈഡ് ചെയ്യുന്നു. അങ്ങനെ ആ രീതിയിലോട്ടാകുമ്പോൾ പെട്ടെന്ന് അവിടെ പ്രൊഡക്ടിവിറ്റി ഫിനിഷ് ആവുന്നു. നെക്സ്റ്റ് വൺ ഹൈറാർച്ചിക്കൽ മാനേജ്മെൻറ്റ് സ്ട്രക്ചർ. ഇവിടെ എന്താണ്, ഒരു ചെയിൻ ഉണ്ടായിരുന്നു അല്ലേ, അതായത് ഇപ്പോൾ ടോപ്പ് ലെവലാണെങ്കിൽ അങ്ങനെ ഓരോരോ ചെയിൻ രീതിയിലോട്ടാണ് എല്ലാ ഇൻഫർമേഷൻസും എത്തിയിരുന്നത്. 3 കോമ്പിറ്റൻസ് ഫോർ ജോബ് അപ്പോയിൻമെൻറ്റ്സ്. അതായത് ഇവിടെ ഒരു ജോബ് അതായത് ഒരു വ്യക്തിനെ ഈ ഒരു ജോബിലോട്ട് അപ്പോയിൻറ്റ് ചെയ്യുന്ന സമയത്ത് ഈ മാക്സ് വെബർ എന്താ പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ ഒരു വ്യക്തിൻ്റെയും പേഴ്സണാലിറ്റി, പ്രിഫറൻസ് എന്നിവ നോക്കിയിട്ടല്ല അവരെ ജോലിക്ക് എടുക്കുന്നത്. അവർക്ക് അതിനുള്ള ക്വാളിറ്റി ഉണ്ടോ, അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ഉണ്ടോ, ഇതിൻ്റെ ബേസിലായിരുന്നു അവരെ ജോബിന് എടുത്തിരുന്നത്. 4th ഇംപേഴ്സണാലിറ്റി ഇൻ ബ്യൂറോക്രസി. അതായത് ഒരു ഇന്റർപേഴ്സണൽ സ്കിൽസ് ഒരിക്കലും അവിടെ ഉണ്ടാവില്ല. പിന്നെ 5th സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ്. ഇവിടെ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്കും ഒരു പ്രൊസീജിയർ ഉണ്ടാകും. 6th ഫോർമൽ റിട്ടേൺ റെക്കോർഡ്സ്. അതായത് ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും റിട്ടേൺ ആയിക്കൊണ്ട് എഴുതി വെക്കണം. അപ്പോൾ ഇതാണ് മാക്സ് വെബറിൻ്റെ ഈ തിയറിയിൽ പറയുന്നത്. ഇതോടുകൂടി നമ്മളെ ക്ലാസിക്കൽ അപ്രോച്ച് കഴിഞ്ഞു. അതായത് FW ടൈലറിൻ്റെയും മാക്സ് വെബറിൻ്റെയും ഈ ഒരു കാലഘട്ടം കഴിഞ്ഞു. നെക്സ്റ്റ് വൺ ഹ്യൂമൻ റിലേഷൻ മൂവ്മെൻ്റ് ആണ്. ഇവിടെ ഹോത്തോൺ സ്റ്റഡീസിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അതായത് ഇതിൻ്റെ ഫാദർ എന്ന് പറയുന്നത് എൽട്ടൺ മായോ ആണ്. അദ്ദേഹം എന്താ ചെയ്യുന്നത് ഇവിടെ, അതായത് അദ്ദേഹം മുമ്പ് ഒരു വെസ്റ്റേൺ ഇലക്ട്രിക് കമ്പനിയിലായിരുന്നു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം അവിടെ
അദ്ദേഹം ആ ഒരു ഇലക്ട്രിക് കമ്പനിയിൽ ഹോർത്തോൺ പ്ലാന്റ്സ് കണ്ടക്ട് ചെയ്തുകൊണ്ട് അവിടെ ഹോർത്തോൺ സ്റ്റഡീസ് ഉണ്ടാക്കുകയാണ് ചെയ്തത്. ഇവിടെ അദ്ദേഹം ഈ ഒരു ഹോർത്തോൺ സ്റ്റഡീസ് കൊണ്ട് എന്താണ് ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ, അതായത് ഈ ഒരു ഹ്യൂമൻസിൻ്റെ ഫാക്ടേഴ്സ് എങ്ങനെ ഒരു പ്രൊഡക്ഷൻ മേക്ക് ചെയ്യുന്ന സമയത്ത് എഫക്റ്റ് ചെയ്യുന്നു. ഹ്യൂമൻ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ലൈക്ക് അവരുടെ ആറ്റിറ്റ്യൂഡ്, എലിജിബിലിറ്റി, ഇതൊക്കെ എങ്ങനെ ഒരു പ്രൊഡക്ഷനെ എഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളതായിരുന്നു ഈ ഒരു ഹോർത്തോൺ സ്റ്റഡീസിൽ പറയുന്നത്. ഇനി പറയാൻ പോകുന്നത് ഈ എൽത്തൺ മായോ കണ്ടക്ട് ചെയ്ത കുറച്ച് എക്സ്പെരിമെൻറ്റുകളാണ്. അതായത് ഇദ്ദേഹം ഈ ഹ്യൂമൻസിൻ്റെ ഫാക്ടേഴ്സ് കൊണ്ട് പ്രൊഡക്ഷനെ എന്തെങ്കിലും എഫക്റ്റ് ചെയ്യുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് അദ്ദേഹം കുറച്ച് എക്സ്പെരിമെൻറ്റ് ചെയ്തു. അതിൽ ഫസ്റ്റത്തെ എക്സ്പെരിമെൻ്റ് ആണ് ഇല്ലുമിനേഷൻ എക്സ്പെരിമെൻറ്റ്. അത് പറയുമ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു വെച്ചാൽ, ഒരു ഓർഗനൈസേഷനിലെ എംപ്ലോയീസിനെ 2 ഭാഗമാക്കി ഡിവൈഡ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു, ഒരു ഭാഗം എംപ്ലോയീസിന് അവർ പഴയ രീതിയിലോട്ട് ഉപയോഗിച്ചിരുന്ന ആ ലൈറ്റിംഗ് കണ്ടീഷൻസിനെ ഉപയോഗിച്ചു. അതായത് ഇപ്പോൾ നമ്മൾ ലൈറ്റ് ഫിറ്റിങ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ, ലൈറ്റ് ഇടുക, അത് പഴയ രീതിയിലോട്ട് ആദ്യം എങ്ങനെയായിരുന്നോ ആ ഒരു ഓർഗനൈസേഷനിലെ ലൈറ്റിംഗ് ഫിറ്റിംഗ് ഒക്കെ അതുപോലെ തന്നെ അവിടെ ഇരുത്തിക്കൊണ്ട് എന്ത് ചെയ്തു, വർക്കേഴ്സിന് അവിടെ ജോലി എടുക്കാൻ പറഞ്ഞു. മറ്റൊരു ഭാഗത്ത് അവരാദ്യമുള്ള ആ ലൈറ്റിംഗ് പ്രൊസീജിയർ ഫുള്ള് മാറ്റിയിട്ട് ഫുൾ ചേഞ്ച് ആക്കിയിട്ട് എന്ത് ചെയ്തു, വേറൊരു ഡിപ്പാർട്ട്മെൻറ്റിന് അവിടെ ഇരുത്തിയിട്ട് പണിയെടുക്കാൻ ഏൽപ്പിച്ചു. അപ്പോൾ എന്ത് ചെയ്തു, അപ്പോൾ ഒരു ചേഞ്ച് വന്നു. അതായത് ഈ ലൈറ്റ് മാറ്റിയ ആ ഒരു എംപ്ലോയീസിൻ്റെ കാറ്റഗറിയിൽ നിന്ന് കുറച്ചുകൂടി പ്രൊഡക്ഷൻ കൂടി വന്നു. അപ്പോൾ അവരെന്ത് ചെയ്തു, കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ആ ഒരു ലൈറ്റ് മാറ്റിയതുണ്ടല്ലോ അത് അവർ മാറ്റിയിട്ട് വീണ്ടും ആദ്യം ആ ഒരു ഓർഗനൈസേഷനിൽ ഏതൊരു ലൈറ്റിംഗ് ആയിരുന്നോ അതന്നെ ഫിറ്റ് ചെയ്ത് വെച്ചു. അപ്പോഴും എന്താണ്, ആ ഒരു പ്രൊഡക്ടിവിറ്റിയിൽ കുറവൊന്നുമില്ല, പ്രൊഡക്ടിവിറ്റി അപ്പോഴും കൂടിക്കൊണ്ട് നിൽക്കുന്നതാണ്. ഓവർ കൂടിയില്ലെങ്കിലും കുറച്ച് കൂടിക്കൊണ്ട് നിൽക്കുന്നതാണ്. അപ്പോൾ ഇവരൊരു ഫൈൻഡിങ്സിലോട്ട് എത്തി. കാരണം ഈ ലൈറ്റിംഗ് കൊണ്ട് പ്രത്യേകിച്ച് ഒരു ഉപകാരമൊന്നുമില്ല. കാരണം ലൈറ്റിംഗ് ഫിറ്റ് ചെയ്തുകൊണ്ടെന്നല്ല ഇവിടെ പ്രൊഡക്ഷൻ കൂടിയത് എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് ഇത് നല്ലൊരു ഫൈൻഡിങ് ആയിട്ട്, ഈ ഒരു ലൈറ്റിംഗ് മെത്തേഡ് വലിയൊരു ഫൈൻഡിങ് ആയിട്ട് കണക്കാക്കപ്പെടൂല വിചാരിച്ചു. എന്നിട്ട് അവരെന്ത് ചെയ്തു, വേറൊരു എക്സ്പെരിമെൻറ്റിലോട്ട് പോയി. അതാണ് റിലേ അസംബ്ലി ടെക്സ്റ്റ് റൂം എക്സ്പെരിമെൻറ്റ്. ഇവിടെ എന്താ പറയണമെന്ന് വെച്ചാൽ, ഒരു ഓർഗനൈസേഷനിൽ നിന്ന് ഒരു 6 വ്യക്തികളെ എന്ത് ചെയ്തു, ഈ ഒരു മാനേജർ കൊണ്ടുപോയി. എന്നിട്ട് എന്ത് ചെയ്തു, അവർക്ക് ഒരു പ്രത്യേക രീതിയിലുള്ള റൂമൊക്കെ അറേഞ്ച് ചെയ്തിട്ട് അവരോട് ഭയങ്കര ഫ്രണ്ട്ലി ആയിക്കൊണ്ട് സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നു. അതുപോലെ തന്നെ ഇവരോട് പറയാണ്, നിങ്ങൾ ഇപ്പോൾ ഈ ഒരു വീക്കിൽ ഇത്ര അവർക്ക് വർക്കിംഗ് ഹവേഴ്സ് കുറച്ച് കൊടുത്തു. അതുപോലെ തന്നെ റെസ്റ്റിംഗ് ടൈം അവർക്ക് നല്ല രീതിക്ക് അലോക്കേറ്റ് ചെയ്തു. അതുപോലെ തന്നെ ബോണസ്, ഇൻസെൻറ്റീവ്സ്, വേജസ്, ഇതൊക്കെ അവർക്ക് സാലറി ഒക്കെ കൂട്ടി കൊടുത്തു. അങ്ങനെ അപ്പോൾ എന്ത് ചെയ്തു, ഇത്രയും ഫെസിലിറ്റീസ് കൊടുത്ത സമയത്ത് ഈ ഒരു എംപ്ലോയീസിൻ്റെ കയ്യിൽ നിന്ന് നല്ല രീതിയിലോട്ടുള്ള പ്രൊഡക്ടിവിറ്റി കൂടി കിട്ടി. എന്നിട്ട് ഈ ഒരു സൂപ്പർവൈസേഴ്സൊക്കെ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ, ഇപ്പോൾ പ്രൊഡക്ടിവിറ്റി കൂടി, അതിനി കുറയോ നോക്കാൻ വേണ്ടിയിട്ട് ഇവരെന്ത് ചെയ്തു, ഈ 6 വർക്കേഴ്സിൻ്റെയും ആദ്യത്തെ നിലയിലോട്ട് തന്നെ ഇവരെ ആക്കി. അതായത് പ്രത്യേകിച്ചൊരു വേജസ് ഒന്നും കൂട്ടി കൊടുക്കാതെ എല്ലാം നേരത്തെ കൊടുത്ത ഫെസിലിറ്റീസൊക്കെ പഴയതുപോലെ തന്നെ ആക്കി കൊടുത്തു. അപ്പോഴും എന്ത് ചെയ്തില്ല, ഇവരുടെ പ്രൊഡക്ഷൻ കുറഞ്ഞില്ല. അപ്പോഴും ഇവരെന്ത് ചെയ്തു, ഉണ്ടാക്കുന്ന പ്രൊഡക്ഷൻ കൂടിക്കൊണ്ടേ നിന്നു. അപ്പോൾ ഈ മാനേജേഴ്സിന് മനസ്സിലായി, ഇപ്പോൾ ചെയ്ത 2 എക്സ്പെരിമെൻറ്റ്സും ഇവരെ സ്വാധീനിച്ചിട്ടില്ല എന്ന്. കാരണം ഫസ്റ്റ് ഇത്രയും ഫെസിലിറ്റീസ് നമ്മൾ കൊടുക്കാത്തപ്പോഴും പ്രത്യേകിച്ച് ചേഞ്ച് ഒന്നുമില്ല. അപ്പോൾ ഇവരെ ആവശ്യം എന്ന് പറയുന്നത് വെറും ഫണ്ട് എന്നുള്ളത് മാത്രമല്ല, ഇവർക്ക് ഇതിലേറെ കൂടുതൽ നീഡ്സ് ഉണ്ടാക്കും. അപ്പോൾ ഈ 2 എക്സ്പെരിമെൻറ്റ്സും എന്ത് ചെയ്തില്ല, ഈ എംപ്ലോയീസിനെ എഫക്റ്റ് ചെയ്തതേ ഇല്ല. നെക്സ്റ്റ് എക്സ്പെരിമെൻ്റ് പറയുന്നത് ഇൻ്റർവ്യൂയിങ് പ്രോഗ്രാമാണ്. അതായത് ഇവരെന്ത് ചെയ്തു, ഒരു ഓർഗനൈസേഷനിലുള്ള എല്ലാ എംപ്ലോയീസിനെയും എന്ത് ചെയ്തു, ഒന്ന് ഇൻ്റർവ്യൂ ചെയ്യാൻ വിചാരിച്ചു. അങ്ങനെ ഇൻ്റർവ്യൂ ചെയ്യുന്ന വഴി ഈ ഒരു എംപ്ലോയറും അതുപോലെ തന്നെ എംപ്ലോയീസും തമ്മിൽ നല്ല രീതിയിലോട്ട് ഇൻ്റർ കണക്ഷൻ ചെയ്തു വന്നു. അപ്പോൾ ആ ഒരു ഇൻ്റർവ്യൂവിന് ശേഷം എന്ത് ചെയ്തു, ഇവരുടെ എല്ലാ പ്രൊഡക്ടിവിറ്റിയും കൂടിക്കൊണ്ട് വന്നു. അപ്പോൾ ഇതിന് എന്തായാലും മനസ്സിലാക്കിയതെന്ന് വെച്ചാൽ, ഇവർക്ക് വേണ്ടത് ഫണ്ടൊന്നുമല്ല, ഇവർക്ക് വേണ്ടത് എല്ലാതും കമ്മ്യൂണിക്കേഷൻ ചെയ്യണം, അത് ക്ലിയർ ആക്കി എടുക്കണം, അതുവഴി ഇവരെ പ്രൊഡക്ടിവിറ്റി കൂട്ടുന്നു. അതാണ് ഈ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നത്. ഈ ഒരു എക്സ്പെരിമെൻറ്റിൽ പറയുന്നത്. നെക്സ്റ്റ് എക്സ്പെരിമെൻ്റ് പറയുന്നത് ബാങ്ക് ഓപ്പറേറ്റിംഗ് ഒബ്സർവേഷൻ റൂം. അതായത് ഇവരെന്ത് ചെയ്തു, ഒരു ഓർഗനൈസേഷനിലുള്ള 14 വ്യക്തികളെ എന്ത് ചെയ്തു, വേറൊരു റൂമിലേക്ക് കൊണ്ടുപോയിരുത്തി. എന്നിട്ട് എന്ത് ചെയ്തു, ഇവരോട് പറഞ്ഞു, നിങ്ങൾ ഒരു ദിവസം എത്രത്തോളം പ്രൊഡക്ടിവിറ്റി ഉണ്ടാക്കണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് എക്സ്ട്രാ വേജസ് കിട്ടും. അതുപോലെ തന്നെ ഈ ഒരു ഓർഗനൈസേഷനിലുള്ള എല്ലാ എംപ്ലോയീസിനേക്കാളും നിങ്ങൾ എന്ത് വർദ്ധിപ്പിക്കുകയാണെങ്കിൽ, പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനും കൂടിയുള്ള ബോണസ് കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ ഇത് കുറച്ച് കഴിഞ്ഞിട്ട് ഇവരത് നോക്കി.
റിസൾട്ട് നോക്കിയപ്പോൾ ഈ 14 പേരും എന്ത് ചെയ്തിട്ടില്ല, ഈ എല്ലാ എംപ്ലോയീസിനേക്കാളും കൂടുതൽ പ്രൊഡക്ടിവിറ്റി ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത് വെച്ചാൽ അവർക്ക് എക്സ്ട്രാ അധികം ഫണ്ടോ ഒന്നുമല്ല വേണ്ടത്, അവർക്ക് സോഷ്യലായിട്ടുള്ള ഫാക്ടേഴ്സ് തന്നെയാണ് വേണ്ടത്. അതായത് സോഷ്യൽ കണക്ഷൻ വേണം, അതായത് വെറും ഫണ്ട് പൈസ എന്നുള്ളതല്ല. അപ്പോൾ ഇതൊക്കെയാണ് ഹോത്തോൺ സ്റ്റഡീസ് കണ്ടക്ട് ചെയ്തിട്ടുള്ള ആ 4 എക്സ്പെരിമെൻസിനെ പറ്റി പറയണത്. അപ്പം നമ്മൾ ക്ലാസിക്കൽ എറയെ പറ്റിയും പറഞ്ഞു, അതുപോലെ തന്നെ ഹ്യൂമൻ റിലേഷൻ മൂവ്മെൻറ്റ് മാനേജ്മെൻറ്റ് തിയറിനെ കുറിച്ചും പറഞ്ഞു. ഇതാണ് 3ാമത്തെ തിയറിയാണ് ബിഹേവിയറൽ സയൻസ് അപ്രോച്ച്. ഇതിൽ മെയിനായിട്ട് പറയുന്ന കാര്യം എന്ന് പറയുന്നത് സൈക്കോളജി, പിന്നെ സോഷ്യോളജി ആൻഡ് ആന്ത്രോപോളജി. അപ്പോൾ ഈ സൈക്കോളജിൻ്റെ കേസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരൊറ്റ ഇൻഡിവിജ്വൽ പേഴ്സണെയാണ് അവരെന്ത് ചെയ്യണത്, അനാലിസ് ചെയ്യണത്. ലൈക്ക് ആ ഒരൊറ്റ വ്യക്തിയുടെ ക്യാരക്ടറാണ്, ബിഹേവിയർ എങ്ങനെയൊക്കെയെന്നാണ് അവരവിടെ നോക്കുന്നത്. സോഷ്യോളജിൻ്റെ കേസിൽ അവിടെ അവർ ഒരൊറ്റ വ്യക്തി എന്നുള്ളതല്ല, അവിടെ ഈ ഒരു സോഷ്യലിൽ ഒരു ഗ്രൂപ്പായിട്ടുള്ള ഇതുണ്ടാവും, പേഴ്സൺസോ ടീമോ എന്തെങ്കിലും ഉണ്ടാവും. അപ്പോൾ ആ ഗ്രൂപ്പിനെയാണ് ഇവർ എന്ത് ചെയ്യണത്, അനലൈസ് ചെയ്യുന്നത്. ഇവിടെ ആ ഒരു ഗ്രൂപ്പിനെയാണ് അവർ നിരീക്ഷിക്കുന്നത്. അതിനാണ് സോഷ്യോളജി. ദെൻ ആന്ത്രോപോളജി എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരൊറ്റ വ്യക്തിനെയും അവർ നിരീക്ഷിക്കും, അതുപോലെ തന്നെ ആ ഒരു വ്യക്തി അടങ്ങിയിട്ടുള്ള ആ ഒരു ടീമിനെയും ഇവരെന്ത് ചെയ്യും, അവിടെ നിരീക്ഷിക്കും. അപ്പോൾ ഇതാണ് സൈക്കോളജി ആൻഡ് സോഷ്യോളജി ആൻഡ് ആന്ത്രോപോളജി. അപ്പോൾ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഒരു ഓർഗനൈസേഷനിൽ ഇപ്പം ഒരു വ്യക്തി ഉണ്ടാകും, അതുപോലെ തന്നെ ടീം ഉണ്ടാകും, ആ ഒരു വ്യക്തി ഉൾപ്പെട്ടിട്ടുള്ള ഒരു ടീം ഉണ്ടാകും. അപ്പോൾ ഇതിനൊക്കെ അവരെന്ത് ചെയ്യാണ്, അവിടുത്തെ എംപ്ലോയേഴ്സ് അനലൈസ് ചെയ്തുകൊണ്ട് ഓരോ ഓർഗനൈസേഷൻ ബിഹേവിയർ, ഓരോ വ്യക്തികളുടെയും ബിഹേവിയർ എങ്ങനെയാണെന്നാണ് അവർ നിരീക്ഷിക്കുന്നത്. അപ്പോൾ അതിനാണ് ബിഹേവിയറൽ സയൻസ് അപ്രോച്ച് എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ കുറച്ച് കീ ഫീച്ചേഴ്സ് ഉണ്ട്. അതായത് ആ ഒരു ഓർഗനൈസേഷനിൽ ബിഹേവിയറിനെ തൃപ്തിപ്പെടുത്താനും അവിടെ ഉണ്ടാവുന്നത്, അതായത് ഈ ഓർഗനൈസേഷനിൽ എംപ്ലോയീസാണ് അവിടെ എന്തുണ്ടാക്കുന്നത്, ഓരോ പ്രൊഡക്റ്റും ഔട്ട്പുട്ട് കൂട്ടുന്നത് അല്ലേ. അപ്പോൾ ഇവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ സ്വാഭാവികമായിട്ടും ഔട്ട്പുട്ട് കൂട്ടാൻ വേണ്ടിയിട്ടും ഇവരെന്തൊക്കെ ചെയ്യുന്നുണ്ട്, ഇൻ്റർ ഡിസിപ്ലിനറി അപ്രോച്ച്, അവർ മോട്ടിവേഷനിലും ലീഡർഷിപ്പിലും ഫോക്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഓരോ റിസർച്ച് മെത്തേഡ്സിലായി യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഗ്രൂപ്പ് ഡൈനാമിക്സും ഡിസിഷൻ മേക്കിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ഇതാണ് ബിഹേവിയറൽ സയൻസ് അപ്രോച്ച്. ഇതിൽ പ്രത്യേകിച്ച് ഒന്നും പഠിക്കാനല്ല, ഈ ഒരു സൈക്കോളജി ആൻഡ് സോഷ്യോളജി ആന്ത്രോപോളജി ഇതെന്താ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. അപ്പോൾ നമ്മൾ മുമ്പത്തെ ഹിസ്റ്ററി ഇവാലുവേഷനിൽ ബാക്കി 3 പഠിച്ചു. ഇനി 4th വണ്ണാണ് മോഡേൺ ഓർഗനൈസേഷൻ ബിഹേവിയർ. ഇവിടെ എന്താ പറയണമെന്ന് വെച്ചാൽ ഇവിടെ അതായത് ഇപ്പം നമ്മുടെ ഒരു ഓർഗനൈസേഷൻ്റെ ചുറ്റും പുറത്ത് എൻവിറോൺമെൻറ്റിൽ പല ചേഞ്ചുകളും ഡൈനാമിക് ആയിട്ടുള്ള പല ചേഞ്ചുകളും വരും അല്ലേ. അപ്പോൾ ഇത്തരം ചേഞ്ചസ് അവിടെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഒരു ഓർഗനൈസേഷനും അതിനനുസരിച്ചുകൊണ്ട് മാറിക്കൊണ്ട് നിൽക്കണം. ഇപ്പോൾ അവിടുത്തെ ചേഞ്ച് അറിയുമ്പോൾ പൊളിറ്റിക്കലായിക്കോട്ടെ, ടെക്നോളജിയിലായിക്കോട്ടെ, അങ്ങനെ പല രീതിയിലോട്ട് ചേഞ്ചസ് വരും. ആ ചേഞ്ചസിനനുസരിച്ചുകൊണ്ട് നമ്മളെ ഓർഗനൈസേഷൻ്റെ ഉള്ളിലും മാറ്റങ്ങൾ വരുത്താൻ വേണ്ടിയിട്ട് ഈ മാനേജേഴ്സ് ഡിസിഷൻ മേക്ക് ചെയ്യണം. അപ്പോൾ ഈ ഒരു ഓർഗനൈസേഷൻ ബിഹേവിയറിൽ 2 ഉണ്ട്. ഫസ്റ്റ് വൺ ഈ സിസ്റ്റം അപ്രോച്ച് എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു സംഭവമായിരിക്കണം. അതായത് അതൊരു ഫ്രാഗ്മെൻറ്റോട് കൂടിയിട്ട്, അതായത് ചിന്നിച്ചിതറിക്കാണ്ട് പല ഡിപ്പാർട്ട്മെൻറ്റ്സും പല രീതിയിലോട്ട് ചിന്നിച്ചിതറി കിടക്കാൻ പറ്റൂല. ഒരു യൂണിഫോമിറ്റി, അതായത് അതിനൊരു വ്യക്തത, അതുപോലെ തന്നെ ഒരു ഇന്റർ കണക്ഷൻ ഉണ്ടാവണം. അപ്പോൾ അതിനെയാണ് സിസ്റ്റംസ് അപ്രോച്ച് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കോൺട്രിബ്യൂട്ടേഷൻസ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അതിൽ ഫസ്റ്റ് വൺ പറയണത്, ഇപ്പം അതിൽ പല ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടാകുന്നു. ഈ പല ഡിപ്പാർട്ട്മെൻറ്റ്സും തമ്മിലൊരു ഇൻ്റർ ഡിസിപ്ലിനറി അല്ലെങ്കിൽ ഒരു ഇൻ്റർ കണക്ഷൻ ഉണ്ടാവണം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു കമ്പനിയിൽ ഫസ്റ്റ് ഫിനാൻസിൻ്റെത്, അതായത് ഫണ്ട് ഉണ്ടാവണം. അവിടെ ഈ ഫണ്ട് ഉണ്ടായാൽ നേരെ നമുക്ക് എന്ത് ചെയ്യണം, പ്രൊഡക്ട്സ് വാങ്ങാൻ പോകണം. ഈ ഫണ്ട് കിട്ടിയാലേ നമുക്ക് പ്രൊഡക്റ്റ് വാങ്ങാൻ പറ്റുള്ളൂ. ഈ പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് അവിടെ എത്തിയാലേ പ്രൊഡക്ഷൻ നമുക്ക് അവിടെ ഔട്ട്പുട്ട്സ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതിനുശേഷം അത് മാർക്കറ്റിലോട്ട് എത്തിക്കണോ, പിന്നെ വീണ്ടും ഫിനാൻസ്, അതുപോലെ പ്രൊഡക്റ്റ്, പിന്നെ പ്രൊഡക്ഷന്, പിന്നെ നേരെ ഇങ്ങനെ മാർക്കറ്റ് ചെയ്യാം.
അതൊരു കണക്ഷനാണല്ലേ, ഇൻ്റർ കണക്ഷനാണ്. അവിടെ ആ ഒരു കണക്ഷൻ ഉണ്ടാവണം. അതായത് നമ്മളൊരു ഓർഗനൈസേഷൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഒരിക്കലും ഫ്രാഗ്മെൻ്റ് ആവരുത്. അതായത് ചിന്നിച്ചിതറി കിടക്കാൻ പാടില്ല. ഒരു കാര്യങ്ങളും ചിന്നിച്ചിതറി കിടക്കാൻ പാടില്ല. എല്ലാതും ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട്, ഒരു യൂണിഫോം ആയിട്ട്, ഒരു സിസ്റ്റമായിട്ട് വേണം പോവാൻ. അപ്പോൾ എല്ലാം തമ്മിലൊരു കണക്ഷൻ ഉണ്ടാവണം. അതുപോലെ രണ്ടാമത്തെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഒരിക്കലും ഒന്നിന് കുറച്ച് റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ഒരു ഈക്വാലിറ്റി കൂടുതൽ അല്ലെങ്കിൽ ഒരു എല്ലാ, അതായത് ഇപ്പോൾ ഇവിടെ എന്തൊക്കെ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടോ എല്ലാത്തിനും ഒരുപോലെ ഒരു ഈക്വാലിറ്റി കൊടുക്കണം. ഒന്നിന് ഇത്രക്ക് മുൻതൂക്കം കൂടുതൽ, ഒന്നിന് മുൻതൂക്കം കുറവ്, അങ്ങനെയൊന്നുമില്ല. ഇവിടെ ഇപ്പോൾ ഫിനാൻസ് ആണെങ്കിലും പ്രൊഡക്റ്റിൻ്റെ ആണെങ്കിലും പ്രൊഡക്ഷനിലാണെങ്കിലും മാർക്കറ്റിംഗ് ആയാലും അതിൻ്റേതായിട്ടുള്ള റിസ്ക് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും ഉണ്ട്. അപ്പോൾ എല്ലാത്തിനും ഒരേ ഈക്വലൈസേഷൻ കൊടുക്കണം എന്നാണ് പറയണത്. നെക്സ്റ്റ്, അപ്പോൾ ഇതാണ് എന്തൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു മോഡേൺ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് ഡയഗ്രാമറ്റിക് ആയിട്ട് വളരെ സിമ്പിളായിട്ട് പറയുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമുക്ക് എന്ത് വേണം? ഇൻപുട്ട് വേണം അല്ലേ. അപ്പോൾ ഈ ഇൻപുട്ട് അറിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? പ്രൊഡക്റ്റ് ആവാം, മെറ്റീരിയൽസ് വേണം, മാൻ പവർ വേണം, അതുപോലെ തന്നെ മെത്തേഡ്സ് വേണം, മണി വേണം. ഈ 4 M's നമുക്കറിയില്ലേ. ഈ 4 കാര്യങ്ങളാണ് നമുക്കൊരു ഔട്ട്പുട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് ഫസ്റ്റ് ഘടകം എന്ന് പറയുന്നത് ഈ ഒരു ഇൻപുട്ടാണ്. അതിനുശേഷം അത് പ്രോസസ്സിലോട്ട് പോകുന്നു. ഇൻപുട്ട് നേരെ പ്രോസസ്സൊക്കെ പോവാം. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് ഡിസിഷൻ മേക്കിങ്സ് ആണ്, അതിനുള്ള അതെങ്ങനെ ചെയ്യാനുള്ള മെത്തേഡ്സുകൾ, ആക്ടിവിറ്റീസ്, ഓപ്പറേഷൻസ്, ഇതിലൂടെ കടന്നു പോയിട്ട് പ്രോസസ്സായിട്ട് നേരെ എന്താവും? അത് ഔട്ട്പുട്ടായി മാറുന്നു. ഇൻപുട്ട് അങ്ങനെ ഔട്ട്പുട്ട് ആകുന്നു. എന്നിട്ട് ഈ ഔട്ട്പുട്ട് എന്ത് ചെയ്യുന്നു? ഫീഡ്ബാക്ക് വഴി നേരെ വീണ്ടും ഇൻപുട്ട്, പിന്നെ നേരെ പ്രോസസ്സ്, ഔട്ട്പുട്ട്, ഫീഡ്ബാക്ക്, അങ്ങനെ ഒരു യൂണിഫോമിറ്റി ആയിക്കാണ്ട് ഇങ്ങനെ ഇന്റർ കണക്ട് ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു ഓർഗനൈസേഷനിൽ ഇത് മാത്രമല്ല ഉൾപ്പെടുന്നത് എൻവിറോൺമെന്റ്. നമ്മുടെ ഓർഗനൈസേഷന് ചുറ്റുമുള്ള എല്ലാ കാര്യങ്ങളും അവിടെ എന്തൊക്കെ ഡൈനാമിക് ആയിട്ട് ചേഞ്ചസ് വരുന്നു അതിനനുസരിച്ചിട്ടാണ് നമ്മളൊരു ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ മാനേജേഴ്സ് ഇവിടെ ചേഞ്ച് കൊണ്ടുവരുത്തുന്നത്. അപ്പം അവർ എന്താണ്, ആരൊക്കെ അവർ ഒബ്സർവ് ചെയ്യുക? കസ്റ്റമേഴ്സിനെ, സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ, ഷെയർ ഹോൾഡേഴ്സിനെ, ഇവരൊക്കെ അവർ എന്ത് ചെയ്യുന്നുണ്ട്? അനലൈസ് ചെയ്യുന്നുണ്ട്. ഇവരൊക്കെ ആസ്പദമാക്കിയിട്ട് തന്നെയാണ് ഈ ഒരു ഓർഗനൈസേഷൻ യൂണിഫോമിറ്റിയിലൂടെ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇതാണ്, അതായത് ഒരു സിസ്റ്റം, ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ സിസ്റ്റമാറ്റിക് ആയിരിക്കണം. ഒരിക്കലും ഒരു ചിതറ രീതിയിലാവരുത്, ഒരു ഫ്രാഗ്മെന്റ് ആവരുത്, ഒരു കൃത്യമായിട്ടൊരു യൂണിഫോമിറ്റി കീപ്പ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് അത് ഇൻപുട്ട് ആക്കുക, പ്രോസസ്സ്, നേരെ ഔട്ട്പുട്ട്, നേരെ ഫീഡ്ബാക്ക്. അതാണ് എന്ത് സിസ്റ്റം തിയറി എന്ന് പറയുന്നത്. ഇതിൽ രണ്ടാമതാണ് കോണ്ടിൻജൻസി തിയറി. അതായത് ഇവിടെ എന്താണെന്ന് വെച്ചാൽ സിറ്റുവേഷണൽ ആയിട്ടുള്ള ഡിപ്പെൻഡ്സ് ഓൺ സിറ്റുവേഷൻ. നമ്മൾ സിറ്റുവേഷൻസ് അനുസരിച്ച് ഓരോ തീരുമാനങ്ങൾ എടുക്കുകയാണ്. അപ്പോൾ ഇതിൽ ഒരാൾ പറയുന്നത്, ജോൺ വേർഡാർഡ് പറയണത് എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ അദ്ദേഹം ഒരു എക്സ്പെരിമെന്റ് നടത്തി. അതായത് 100 ഓർഗനൈസേഷൻസ് അദ്ദേഹം എന്ത് ചെയ്തു? പോയി വിസിറ്റ് ചെയ്തു. അപ്പോൾ അതിൽ 30 നല്ല ബെറ്റർ ആയിക്കാണ്ട് പെർഫോം ചെയ്യുന്നുണ്ട്, 50 കുറച്ച് ആവറേജ് ലെവലിൽ പെർഫോം ചെയ്യുന്നുണ്ട്, ബാക്കി 20 ബിലോ ആവറേജ് ആണ്, അത്ര നല്ല രീതിയിലോട്ട് പെർഫോം ചെയ്യുന്നില്ല. അപ്പോൾ ഇയാളത് അനലൈസ് ചെയ്ത് വന്നപ്പോൾ എന്തുകൊണ്ടാണ് ഈ 30 ഓർഗനൈസേഷൻസ് ബെറ്റർ ആയിക്കാണ്ട് പെർഫോം ചെയ്യണമെന്ന് വെച്ചാൽ, അവരെന്താണ്, നമ്മുടെ എൻവിറോൺമെന്റ് ചേഞ്ച് ആവുന്നതിനനുസരിച്ച് അവിടുത്തെ ആ ഒരു ഓർഗനൈസേഷനിലുള്ള സിറ്റുവേഷൻസ് ഒക്കെ ചേഞ്ച് ആക്കിക്കൊണ്ടേയിരിക്കും, അതുകൊണ്ട് ബെറ്റർ ആവുന്നു. അതാണ് അദ്ദേഹം കണ്ടുപിടിച്ചത്. പിന്നെ ഒരു ഫ്രെഡ് എഡ്വാർഡ് ഫീൽഡർ അദ്ദേഹം കോൺട്രിബ്യൂട്ട് ചെയ്തത് എന്തൊക്കെയെന്ന് വെച്ചാൽ, അതായത് നമ്മുടെ എൻവിറോൺമെന്റ് ചേഞ്ച് ആവുന്നതിനനുസരിച്ച് വേണം നമ്മൾ ഓർഗനൈസേഷനിൽ ഓരോ കാര്യങ്ങൾ ചേഞ്ച് ആക്കാൻ. പക്ഷെ അത് വിചാരിച്ചിട്ട് നമ്മൾ മുൻകൂട്ടി തന്നെ ഓരോ അപ്രോച്ചസ് നമുക്ക് ഉണ്ടാക്കി വെക്കാൻ കഴിയില്ല. അതൊരിക്കലും പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. ഒരു സിറ്റുവേഷൻ വരുമ്പോഴാണ് അതിനനുസരിച്ചിട്ടുള്ള ഒരു അപ്രോച്ച് മേക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അത് നമുക്ക് സ്വാഭാവികമായിട്ടും ഒരു എൻവിറോൺമെൻറ്റ് ചേഞ്ച് ചെയ്യുമ്പോൾ എൻവിറോൺമെൻറ്റ് തന്നെ ആ ഒരു അപ്രോച്ച് നമുക്ക് ലഭിക്കും. അപ്പോൾ ഇതാണ് കോണ്ടിൻജൻസി അപ്രോച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എവല്യൂഷൻ ഓഫ് പെർസ്പെക്റ്റീവ് ഓഫ് ഓർഗനൈസേഷൻ ബിഹേവിയറിൽ 4 സ്റ്റേജും, ക്ലാസിക്കലും അതുപോലെ തന്നെ ബിഹേവിയറൽ, ഹ്യൂമൻ റിലേഷൻ, അതുപോലെ തന്നെ മോഡേണും, ഈ 4 സ്റ്റേജ് നമ്മൾ ഫുള്ളായിട്ട് കവർ ചെയ്ത് പോയിട്ടുണ്ട്. നെക്സ്റ്റ് ഭാഗം നമുക്ക് നെക്സ്റ്റ് പാർട്ടിലെടുക്കാം.